നമുക്കിപ്പോൾ ഇ.പി. ജയരാജൻ മാധ്യമങ്ങളെ കാണുകയാണ്. കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിയോടുള്ള ഇ.പി. ജയരാജന്റെ പ്രതികരണം കേൾക്കാം. ആ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു, ആന്ധ്ര പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാൾ വെടിവെച്ച് തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് തുള്ളി പരിക്ക് പറ്റി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ഡോക്ടർക്ക് മനസ്സിലായി കൈവശം റിവോൾവർ ഉണ്ടായിരുന്നു ആ പ്രതിയുടെ, ആ പരിക്ക് പറ്റിയവൻ്റെ. പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെയാൾ വേറൊരു വണ്ടിയിൽ കയറി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. പോലീസ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ പ്രതിയെയും പിടികൂടി. ആ പ്രതിയെയും പിടികൂടിയതിന് ശേഷം റെയിൽവേ പോലീസ് അന്വേഷണം നടത്തി. റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ട 2 പ്രതികളും ഞങ്ങളെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചതും ഞങ്ങളെ അയച്ചതും തോക്ക് തന്നതും സുധാകരനും മറ്റുമാണ് എന്ന് റെയിൽവേ പോലീസിന് മൊഴി കൊടുത്തു. ഈ പിടിച്ച ഉടനെയുള്ള FIR പ്രഥമദൃഷ്ട്യാ റിപ്പോർട്ടിൽ ആ കാര്യം ചെന്നൈ റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ്. പിന്നീടാണ് ഇങ്ങനെ 2 പേരെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ആശുപത്രിയിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അവർ കേരളീയരാണ്, തലശ്ശേരിക്കാരാണ്, കൂത്തുപറമ്പുകാരനാണ് എന്നൊക്കെ അറിയുന്നത്. അവരെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ്, പോലീസ് അന്വേഷണത്തിലാണ് ഈ ഭീകര സംഭവത്തിൻ്റെ വ്യത്യസ്ത വസ്തുതകൾ പുറത്തു വരുന്നത്. അവരുടെ ലക്ഷ്യം ഒന്നാമത്തെ പാർട്ടി കോൺഗ്രസിൽ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായിയും ചടയം ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചാണ് ചണ്ഡീഗറിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ചിലർ ബോംബെ വഴിയും ചിലർ മറ്റു പല വഴികളിലുമാണ് കേരളത്തിലേക്ക് മടങ്ങിയത്. ഞാൻ ട്രെയിനിലാണ് വന്നത്. ആ ട്രെയിനിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് കണക്കാക്കിയിട്ടാണ് ഈ വാടക കൊലയാളികളെ വെടിവെച്ചു കൊല്ലാൻ നിയോഗിച്ചത്, തോക്ക് സംഘടിപ്പിച്ചത്. അതൊക്കെ ഈ കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും ചിത്രത്തിൽ ഇതിനു മുമ്പ് തന്നെ വളരെ പ്രകടമായി വന്നിട്ടുള്ളതാണ്. എന്നെ വെടിവെച്ചു കൊല്ലാൻ തോക്കുമായി വന്ന് വെടിവെച്ച 2 പ്രതികളെ, വിക്രംചാലിൽ ശശി, പേട്ട ദിനേശൻ, ഈ 2 പേരെയും സെഷൻസ് കോടതി 17 വർഷക്കാലം തടവ് ശിക്ഷ വിധിച്ചു. ഒരാളതിനിടയിൽ മരണപ്പെട്ടു പോയി. ആ പേട്ട ദിനേശൻ ഇപ്പോഴും ജയിലിലാണ്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്, പുറത്തിറങ്ങിയിട്ടില്ല. ആ പേട്ട ദിനേശൻ സുധീഷ് കൊലക്കേസിലെ പ്രതിയായിരുന്നു. ഇങ്ങനെ RSSൻ്റെ വാടക കൊലയാളികളെ വാടകക്കെടുത്ത് ഡൽഹിയിലും കേരളത്തിലും വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. എനിക്ക് വിക്രംചാലിൽ ശശിയെയോ പേട്ട ദിനേശനെയോ എനിക്കറിഞ്ഞുകൂടാ, അവർക്ക് എന്നെയും അറിഞ്ഞുകൂടാ. എന്നോടവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വിദ്വേഷമുണ്ടാകേണ്ട കാര്യമില്ല. അവരെ വാടകക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി നടത്തിയ ഒരു സംഭവമാണ്. ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായിയാണ്. ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൽഹി മുതൽ പ്രത്യേക ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിൽ സഞ്ചരിച്ച് ആന്ധ്രയിലെത്തിയപ്പോൾ അവർക്കൊരവസരം കിട്ടിയപ്പോൾ 2 പേരും ചേർന്ന് വെടിവെച്ചത്. ഈ സംഭവങ്ങളെല്ലാം സത്യസന്ധമാണെന്നുള്ളത് മുഴുവൻ ആളുകൾക്കും അറിയാം. ആ കേസിൽ സുധാകരൻ പ്രതിയാണ്, ഗൂഢാലോചനക്കാരനാണ്, പ്ലാൻ ചെയ്തത് സുധാകരനാണ്. സുധാകരനോടൊപ്പം മറ്റു പലരും ഉണ്ടായേക്കാം. ഈ സംഭവത്തിൽ പലതരത്തിലുള്ള അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ്
ഒക്കെ പലതരത്തിലും ഇടപെട്ടു. കോടതിയുടെ മുമ്പാകെ വസ്തുതകളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് സുധാകരനെ ഈ കേസിൽ പ്രതിയായി നടപടി സ്വീകരിക്കണം, കാരണം ഈ കേസ് സ്പ്ലിറ്റ് ചെയ്ത് അട്ടിമറിക്കാൻ അന്നത്തെ കേന്ദ്ര കോൺഗ്രസ് ഭരണം ശ്രമിക്കുന്നു എന്നുള്ള കാരണം വെച്ചുകൊണ്ട് തെളിവ് സഹിതം സെഷൻസ് കോടതിയിൽ നേരിട്ട് ഗൂഢാലോചന നടത്തിയത് കെ സുധാകരൻ തന്നെയാണ് എന്നതാണ് ഇ പി ജയരാജന്റെ ആരോപണം. ഹൈക്കോടതി വിധിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. കൊലയാളികൾ ലക്ഷ്യമിട്ടത് പിണറായി വിജയനെയാണത് തന്നെയാണ്, താനുണ്ട് എന്നറിഞ്ഞപ്പോൾ തനിക്ക് നേരെ ആക്രമണം നടത്തുന്നു എന്നതായിരുന്നു ഇ പിയുടെ ആരോപണം. ഒപ്പം കെ സുധാകരൻ തന്നെയാണ് ഇതിൽ അക്രമം നടത്തിയതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. കോടതിയെ ബോധ്യപ്പെടുത്താൻ, തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിനും സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി സുപ്രീം കോടതിയുണ്ട്. ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. നാൽപ്പാടി വാസുവിനെ വെടിവെച്ചു കൊന്നു. നമ്മുടെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ FIR അന്ന് കരുണാകരൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. ആ FIR സുധാകരൻ വെക്കടാ വെടി എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് FIR ഇട്ടതാണ്. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി ആ FIR മാറ്റി സുധാകരനെ ഒഴിവാക്കി മറ്റൊരു FIR ഇട്ട് സുധാകരനെ രക്ഷിച്ച ചരിത്രം ഇവിടെയുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക, പല വഴികളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് സുധാകരൻ്റെ ചരിത്രത്തിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ കേസ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. അതുപോലെ തന്നെ ഞാനും ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഈ കേസ് സംബന്ധിച്ചുള്ള വിധിന്യായം വിശദമായിട്ട് തന്നെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കോടതിയെ തെളിവുകൾ വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നാൽ ചിലപ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തമായ അടിത്തറ. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. വ്യക്തിപരമായി സുപ്രീം കോടതി സമീപിക്കാൻ പ്രയാസമില്ല. അല്ല, ഇത് ഗവൺമെൻറ് ഞാൻ കൊടുത്ത കേസിൻ്റെ മേലെയാണ്. അപ്പീലായിട്ടാണ്, സെഷൻസ് കോടതി വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയിൽ പോയത്. അതിൽ ഗവൺമെൻറ് ഭാഗം ഒരു ഗവൺമെൻറ് കേസായിട്ടാണ് അത് പിന്നീട് വരിക. അതിൽ ഞാനാണതിൽ അതിൽ ഞാനാണ് പരാതിക്കാരൻ എന്നുള്ളത് കൊണ്ട് എനിക്കും നിയമപരമായി പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നിയമവശങ്ങളെല്ലാം വിശദമായി ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധിച്ച് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്ന അഡ്വക്കറ്റിനെ അധികാരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തെളിവ് കോടതിയിൽ എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയാണോ ചെയ്തത്? അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടേ എനിക്ക് പറയാൻ സാധിക്കും. പ്രഥമദൃഷ്ട്യാ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്നുള്ളതാണ്, തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രഥമദൃഷ്ട്യാ കോടതി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇനി ആവശ്യമായ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം തീർച്ചയായും പരിശോധിക്കും. കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്
ഇത് വൈകിപ്പോയി. എന്താണ് ഏതാണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് താങ്കൾ ഇങ്ങനെ ആ ഒരു ഹർജിയുമായി പോയത്. അത് വലിയ വൈകലുണ്ടായി എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഭാഗത്തുണ്ടായതല്ല, ഞാൻ ഫയൽ ചെയ്ത കേസ്. സുധാകരനാണ് ഈ കേസ് ആന്ധ്ര കോടതിയിലും ആന്ധ്ര ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കൊണ്ടുപോയി ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് സുധാകരനാണ്. എനിക്കെത്രയും പെട്ടെന്ന് കുറ്റവാളിയെ ശിക്ഷിക്കണമെന്നല്ലേ എനിക്കുണ്ടാവും. ഞാൻ ഫയൽ ചെയ്തൊരു കേസ് ഞാൻ നീട്ടിക്കൊണ്ടുപോകും. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. രണ്ട് കേസ്. അപ്പോൾ ആദ്യത്തെ കേസിന്റെ അവസ്ഥ ആന്ധ്ര കോടതി കേസുണ്ട്, അത് ശിക്ഷ കഴിഞ്ഞാണ്. അതായത് ഓങ്കോട് സെഷൻസ് കോടതിയിൽ 2 പേരെ പ്രത്യേകമായിട്ട് വിചാരണ ചെയ്തു. അതായത് വെടിവെച്ച 2 പേരെ, ആ 2 പേരെ കോടതി ശിക്ഷിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആ കോടതി പറഞ്ഞില്ല. അതുകൊണ്ടാണ് കുറച്ചു കാലം സുധാകരൻ എന്ന കേസിൽ ഞാനില്ല എന്ന് പറഞ്ഞത്. പക്ഷേ കേസിൽ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കേസിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരത്തക്ക നിലയിലുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ കോടതിയോട് ആവശ്യപ്പെട്ടു. അത് സംബന്ധിച്ച് ഈ 2 പേരെ പ്രത്യേകമായി വിചാരണ നടത്തി അവരെ ശിക്ഷിച്ചു. ആ കേസിൽ അപ്പോഴും FIR-ൽ വേറെ ആളുകളുണ്ട്, സുധാകരനുണ്ട്. ഈ കേസിൻ്റെ FIR ഇട്ടത് ചെന്നൈ റെയിൽവേ പോലീസാണ്. ഞാൻ അവതാവസ്ഥയിൽ അവിടെ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ചെന്നൈ പോലീസാണ് ഇവരെ ചോദ്യം ചെയ്ത് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത്. അതിലെന്താ, എനിക്കല്ല, എല്ലാവർക്കും ഈ കേരളത്തിലുള്ള കണ്ണൂരിലുള്ള മുഴുവനാക്കും അറിഞ്ഞുകൂടെ? ആ കേസിൽ തോക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോയിട്ടുള്ള ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. എൻ്റെ അടുത്ത് വന്ന് എന്നോട് പൊട്ടിക്കരഞ്ഞ് മാപ്പപേക്ഷിച്ച് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പോയി 24 മണിക്കൂർ ഒരു ഗ്രേറ്റ് മലബാർ BDയുടെ ഉടമയായിരുന്നു. കോൺഗ്രസിൻ്റെ അഴീക്കോട് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹമാണ് ഒരു തോക്ക് കൊണ്ടുപോയിട്ട് സുധാകരന് കൊടുത്തത്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ക്ഷമ ചോദിച്ച് പൊട്ടിക്കരഞ്ഞ്, നിങ്ങൾ വെടിവെക്കാനാണെങ്കിൽ ഞാൻ ഈ തോക്ക് വാങ്ങിക്കൊണ്ടു പോകില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് അവിടെ ഒരു 24 മണിക്കൂർ അവിടെ ഇരുന്ന ആളാണ്. പക്ഷെ പാവം മരിച്ചുപോയി. പിന്നെന്താ, അത് എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഒരു പുതിയ കാര്യമില്ല. ഇത് വിക്രംജാലി ശശി ഇവരുടെ ഉപകരണമായിരുന്നു. പേട്ട ദിനേശനും ഇവർ 2ഉം RSSുമായി ബന്ധമുള്ളവനാണ്. അത് ഇതിലുള്ളൊരു തോക്ക് വാങ്ങി, അതായത് കണ്ണൂരിലുള്ള ഗ്രേറ്റ് മലബാർ BDയുടെ ജയകൃഷ്ണൻ, ആ ജയകൃഷ്ണൻ ആണ് തോക്ക് വാങ്ങിയിട്ട് സലീമിൻ്റെ തോക്ക് വാങ്ങി ഈ എടുത്തിട്ട് അവരൊക്കെ ഒരു ടീമായിരുന്നു, ഒരു വൈകുന്നേരം ഒത്തുചേരുന്നൊരു ടീമായിരുന്നു. അന്ന് തോക്ക് കൊണ്ടുപോയി കൊടുത്തത് എൻ്റെ അടുത്തെന്ന് പറഞ്ഞാലും ഇപ്പോൾ അതൊന്നും ഇപ്പോഴൊരു അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊന്നും ഒരു പ്രസക്തമായ ഭാഗമായി ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ ആർക്കും സംശയമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത്. കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജയകൃഷ്ണൻ തന്നെ പോയി നേരിട്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ അതിൻ്റെ ആദ്യം തന്നെ ജയകൃഷ്ണൻ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആന്ധ്ര ഹൈക്കോടതി ശിക്ഷിച്ചു. പിന്നെ ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ. ഈ 2 പേർ അതിലുള്ള ബാക്കിയുള്ളവരെ പേരിൽ ഒരു നിലപാടും സെഷൻസ് കോടതി എടുത്തില്ല. അത് കാരണം അന്ന് ആന്ധ്ര ഗവൺമെൻറ്, അന്ന് ഇന്ത്യ ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ കേസിൽ ഇടപെട്ടെന്ന് എനിക്കറിയാം. അതിൻ്റെ മേലെ പിന്നെ നടപടികളെല്ലാം അവിടെ അങ്ങനെ ഇവരെ ഒഴിവാക്കിയെന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ടില്ല. പ്രതികളല്ലേ എന്ന് പറഞ്ഞാൽ നിയമപരമായി പരിശോധിച്ച പ്രതിയാണ്. അങ്ങനെ ഒരു സ്തംഭനാവസ്ഥയിൽ നിന്നു സുധാകരൻ ഞാൻ പ്രതിയല്ല എന്ന് പറഞ്ഞ് നടന്നു. അപ്പോഴാണ് ഞാൻ ഇത് സംബന്ധിച്ച് സെഷൻസ് കോടതിയിൽ, ഇവിടെയാണ് കോൺസ്പിരസി ഉണ്ടായത്, കേരളത്തിലാണ് ഇതിൻ്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിക്കണം, കോൺസ്പിരസി സംബന്ധിച്ച് അന്വേഷണം നടക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടെ കേസ് സ്വകാര്യ ന്യായം ഫയൽ ചെയ്തത്. അതിൻ്റെ മേലെ ഞാൻ തെളിവുകൾ ഹാജരാക്കി, കോടതിയിൽ ഹാജരാക്കി. അതിൻ്റെ മേലെ കോടതി നടപടി സ്വീകരിക്കാൻ പറഞ്ഞു. അതനുസരിച്ച് കേരള പോലീസ് നടപടി സ്വീകരിച്ചു. ഈ കേസിൽ ചെന്നൈ പോലീസാണ് പ്രതികളുടെ മൊഴിയെടുത്തത്. റെയിൽവേ പോലീസ് അന്ന് ഈ പ്രതി പറഞ്ഞിട്ടുണ്ട്, അതായത് സുധാകരനാണ് തോക്ക് തന്നത് ഒക്കെ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അന്വേഷണം ഡൽഹിയിൽ ഒരു പ്രഭാകർ എന്ന് പറയുന്ന ഹോട്ടൽ,
അവിടെയാണ് ഇവരെ കൊണ്ടുപോയി താമസിപ്പിച്ചത്. അവരുടെ പൈസ കൊടുത്ത കാര്യം എല്ലാം വളരെ ക്ലിയറാണ്. അതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ഒരു കേസിൻ്റെ മേലെ ഹൈക്കോടതിയിൽ പോയി, ഇപ്പോൾ ആ കേസിൽ സെഷൻസ് കോടതിയുടെ വിധി അത് അടിസ്ഥാനത്തിൽ വിമുക്തനാക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടതി അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് വന്നതുകൊണ്ട് സുധാകരൻ കുറ്റവിമുക്തനാകുന്നില്ല. സുധാകരൻ്റെ സ്ഥിതികളെല്ലാം ഈ കണ്ണൂരിലുള്ളവർക്ക് അറിയുന്നതാണ്. സുധാകരനോടൊപ്പം നടന്നിട്ടുള്ള ആളുകൾ തന്നെ പിന്നീട് വെളിപ്പെടുത്തിയില്ലേ, കണ്ണൂരിൽ തന്നെ വെളിപ്പെടുത്തിയില്ലേ. അപ്പം അതൊക്കെ അങ്ങനെ ഒരു അധ്യായമാണെന്ന് കണക്കാക്കാം. അതുകൊണ്ട് മാന്യതയുടെ പരിവേഷമൊന്നും കെട്ടരുത്. ഇതില് ഈ കാര്യങ്ങളൊക്കെ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായ കാരണമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായി എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കോടതി ഒരു കാര്യം സംബന്ധിച്ചൊരു നിഗമനത്തിൽ എത്തണമെങ്കിൽ കോടതിയുടെ മുമ്പാകെ തെളിവുകൾ ഉണ്ടാകണം. ആ തെളിവുകൾ പൂർണ്ണമായി ജയരാജനാണ് മാധ്യമങ്ങളെ കണ്ടത്. കൊലയാളികൾ ലക്ഷ്യമിട്ടത് പിണറായി വിജയനെയാണ്. കെ സുധാകരൻ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണം എന്ന നിലപാടാണ്. ഒപ്പം സുധാകരനെതിരായ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടലുണ്ടായി, വീഴ്ചയുണ്ടായി എന്നൊരാക്ഷേപം കൂടി ഇ പി ജയരാജൻ ഉന്നയിക്കുന്നു.